യെസ്, അടുത്ത ചാപ്റ്റർ നമ്മൾ റിവൈസ് ചെയ്യുന്നത് ഡെറിവേറ്റീവ്സ് എന്നുള്ള ചാപ്റ്റർ. ആക്ച്വലി നമ്മൾ സ്റ്റഡി മെറ്റീരിയലിനകത്ത് ഡെറിവേറ്റീവ്സ് ഒരു ചാപ്റ്റർ ഇല്ല. SFM നമുക്ക് വരുന്നത് ഫിനാൻഷ്യൽ റിസ്ക് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റിലാണ് നമുക്ക് ഡെറിവേറ്റീവ്സ് കോൺസെപ്റ്റ് പഠിക്കാനുള്ളത്. ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, FRA പോലുള്ള കാര്യങ്ങൾ. അഗെയിൻ നമ്മളിതൊരു തിയറി ടോപ്പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം SFM നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന് എക്സാമിന് വരുന്നത്. എന്നാലും ആദ്യം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഒരു കോൺസെപ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഫ്യൂച്ചേഴ്സ് ആണ് കവർ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നോക്കാം ഡെറിവേറ്റീവ്സ് ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫ്യൂച്ചേഴ്സിലോട്ട് പോകാം. സോ എന്താണ് ഡെറിവേറ്റീവ്സ് നോർമലി ഞാൻ പറഞ്ഞു റിസ്ക് മാനേജ്മെന്റ് ചാപ്റ്ററിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് റിസ്ക് എന്ന് ആദ്യം അറിയണം അല്ലേ. എന്താണ് റിസ്ക് മീൻസ് നമ്മളെ ആക്ച്വൽ ഔട്ട്കം, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആക്ച്വൽ ഔട്ട്കം നമുക്ക് എന്താവണമെന്നില്ല, സെയിം ആവണമെന്നില്ല. നമ്മളെല്ലാ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ CMA എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ അല്ലേ, സോ CMA എക്സാമിന് വേണ്ടി നിങ്ങൾ ഈ ഒരു നിമിഷം നിങ്ങൾ ഈ ഒരു ക്ലാസ് കേൾക്കുന്നവരെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ്, ഈ ഒരു വരുന്ന എക്സാമിൽ നിങ്ങൾക്ക് പാസ്സാവണമെന്നാണ് അല്ലേ. അതാണ് നിങ്ങളുടെ ആക്ച്വൽ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ അതാണ്. ഓക്കെ, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന അതാണ്. ഇനി ആക്ച്വൽ ഔട്ട്കം എന്ന് പറയുന്നത് ഫെബ്രുവരി 21 ആ ഒരു റിസൾട്ട് വരുന്ന ദിവസം അന്നാണ് നമ്മുടെ ആക്ച്വൽ ഔട്ട്കം നമുക്ക് വരുന്നത് അല്ലേ. അതുവരെ നമുക്ക് എന്തുണ്ട്, റിസ്ക് ഉണ്ട്. ഓക്കെ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആക്ച്വൽ ഔട്ട്കം നമുക്ക് 100% എന്താവണമെന്നില്ല, സെയിം ആവണമെന്നില്ല. സോ അത് അങ്ങനെയാണെങ്കിൽ നമ്മൾ CMA റിസൾട്ടൊക്കെ നമുക്ക് 100% റിസൾട്ട് വരുമല്ലോ. എല്ലാവരും പരീക്ഷ എഴുതുമ്പോൾ, പ്രത്യേകിച്ച് ഫൈനൽ എക്സാം എഴുതുമ്പോൾ ആരും അങ്ങനെ പഠിക്കാതെ ഫെയിൽ ആവാൻ വേണ്ടി പോയിട്ട് ആരും എക്സാം എഴുതാറില്ല, എല്ലാവരും പാസ്സാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആക്ച്വൽ ഔട്ട്കം അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ഔട്ട്കം തമ്മിൽ എന്ത് വരാം, വ്യത്യാസങ്ങൾ വരാം. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് എന്തുണ്ട്, റിസ്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ നമ്മൾ പറയും CMA കോഴ്സ് തന്നെ എന്താണ്, റിസ്കി ആണ് നമ്മൾ പറയും. ബിക്കോസ് നമുക്കൊന്നും ഗ്യാരണ്ടീഡ് അല്ല. ഓക്കെ, റിസൾട്ട് ഔട്ട്കം ഗ്യാരണ്ടീഡ്. മറ്റ് ഇപ്പോൾ സാധാരണ ക്ലാസ്സുകളിലൊക്കെ പഠിക്കാൻ പോകുമ്പോൾ നമുക്കറിയാം 100 കിട്ടോ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ സ്കൂൾ ലൈഫിലൊക്കെ നമുക്ക് 100ൽ 100 കിട്ടോ ഇല്ല എന്നുള്ള ഡൗട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, തോൽക്കോ ജയിക്കോ എന്നുള്ളതിനെ കുറിച്ചുള്ള റിസ്ക് ഇപ്പം ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് മെയിൻ പബ്ലിക് എക്സാം, ഇപ്പം മെയിൻ SSLC കാര്യങ്ങളിലൊക്കെ എന്താ പറയുക, തോൽക്കും എന്ന് വിചാരിച്ച് നാട് വിട്ട് പോയ പിള്ളേർക്ക് 9A+ ഒക്കെ നമ്മൾ പൊതുവെ കേൾക്കാറുണ്ടല്ലോ. അങ്ങനെ ഒരു കോഴ്സ് അല്ലല്ലോ CMA. തിരിച്ചില്ല. അപ്പോൾ റിസ്കിനെ കുറിച്ചാണ് പറഞ്ഞത്. റിസ്ക്കും ഞാൻ പ്രത്യേകം സൂചിപ്പിച്ചത് നിങ്ങളിപ്പോൾ നിൽക്കുന്ന അത്യാവശ്യം റിസ്ക്കുള്ള സിറ്റുവേഷനിലാണ് എക്സാം എഴുതാൻ പോകുന്നവർ. ഓക്കെ, അപ്പോൾ ആ റിസ്ക് എന്ത് ചെയ്യും, നന്നായിട്ട് മാനേജ് ചെയ്യാം. ഓക്കെ, സോ തിരിച്ചു വരാം. അപ്പോൾ എവരി ബിസിനസ് ഹാസ്, ഓക്കെ, നമ്മൾ ലൈഫിലും റിസ്ക് ഉള്ള പോലെ തന്നെ ബിസിനസ്സിൽ വളരെയധികം എന്തുണ്ട്, റിസ്ക് ഉണ്ട്. ഏതൊക്കെയായിരിക്കും, ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഫോറിൻ കറൻസിയിൽ ബോറോയിങ്ങോ ഇൻവെസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് എക്സ്ചേഞ്ച് റേറ്റുമായി ബന്ധപ്പെട്ട റിസ്ക് ഉണ്ട്. ആദ്യമേ പറഞ്ഞു കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്, ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ റെഗുലർ ക്ലാസ്സിൽ ഓരോ പോയിന്റും ഡീകോഡ് ചെയ്യുന്നത് പോലെ, ഓക്കെ, ഓരോ പോയിന്റ് നമ്മൾ റെഗുലർ ക്ലാസ്സിൽ എന്ത് ചെയ്യാറുണ്ട്, ഡീകോഡ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ എക്സാമ്പിൾസ് പറയാറുണ്ട്. ഇതൊന്നും നമുക്കിപ്പോൾ പോസിബിൾ അല്ലാത്തതുകൊണ്ട് അത്രയും എന്താ പറയുക, ലിമിറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലക്ച്വേഷൻ റിസ്ക്, ദാറ്റ് ഈസ് ഒരു പൊട്ടൻഷ്യൽ ബോറോവർ മീൻസ് നമുക്ക് ഭാവിയിൽ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുടെ പേടി എന്ന് പറയുന്നത്, ആളുടെ പേടി എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ്. ഞാൻ ലോൺ എടുക്കാൻ ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമെന്നായിരിക്കും. നേരെ മറിച്ച് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്ററുടെ പേടി എന്തായിരിക്കും, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് എന്തായിരിക്കും, ഇൻട്രസ്റ്റ് റേറ്റ് കുറയും എന്നുള്ളതായിരിക്കും. അതുപോലെ തന്നെ അഡ്വേഴ്സ് മൂവ്മെന്റ് ഓഫ് പ്രൈസസ് ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കാറ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരാൾ, ഓക്കെ, അതിനേക്കാൾ ഇപ്പോൾ ആ ലെവലിലോട്ട് പോകണ്ട. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മളുടെ നാട്ടിലെ എക്സാമ്പിൾ, ഒരു വീട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾ സിമെൻറ്റിൻ്റെ വില കൂടുമെന്നായിരിക്കും പേടിക്കുന്നത്. നേരെ മറിച്ച് സിമെൻറ്റ് സെയിൽ ചെയ്യുന്ന ആളോ സിമെൻറ്റ് വില കുറയുമെന്നായിരിക്കും പേടിക്കുന്നത് അല്ലേ. ഒരു ജ്വല്ലറിനെ സംബന്ധിച്ചിടത്തോളം ജ്വല്ലറിക്കാർ ആഗ്രഹിക്കുന്നത് സ്വർണ്ണം കയ്യിലിരിക്കുമ്പോൾ അവർ സ്വർണ്ണത്തിൻ്റെ വില കൂടാനാണ്. നേരെ മറിച്ച് ഒരു ഫംഗ്ഷൻ, ഒരു കല്യാണം, മറ്റു കാര്യങ്ങളൊക്കെ നടത്താനായി സ്വർണ്ണത്തിൻ്റെ വില എന്താ പറയുക, അത് കൂടുമെന്ന് പേടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവർ സ്വർണ്ണത്തിൻ്റെ വില കൂടുമെന്ന് പേടിക്കുമ്പോൾ മറ്റ് സെല്ലർ എന്താണ് ആഗ്രഹിക്കുന്നത്, സ്വർണ്ണത്തിൻ്റെ വില കുറയുമെന്നാണ് പേടിക്കുന്നത്. ഓക്കെ, അവർ ആഗ്രഹിക്കുന്നത് കൂടാനാണ്. പേടിയല്ല, അവർക്ക് ആഗ്രഹം സ്വർണ്ണത്തിൻ്റെ വില കൂടാനായിരിക്കും. അതുപോലെ പോർട്ട്ഫോളിയോ റിസ്ക് എന്ന് വെച്ചാൽ നമ്മൾ ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പേടി ഷെയറിൻ്റെ വില കുറയുമെന്നുള്ളതാണ്. നമ്മൾ ഷെയർ വിറ്റ് കഴിഞ്ഞാൽ, അതായത് ഷോർട്ടിംഗ് എന്ന് പറയില്ല, ഷെയർ മാർക്കറ്റിൽ നമുക്കറിയാം ഷെയർ വാങ്ങാനും പറ്റും വിൽക്കാനും എന്തെങ്കിലും പറ്റും. അതായത് വിത്തൗട്ട് കയ്യിലില്ലാതെ വിൽക്കാൻ പറ്റും. ഓക്കെ, സോ നോർമലി കയ്യിലുള്ളത് വിൽക്കാൻ പറ്റും. നമുക്ക് ഷെയർ മാർക്കറ്റിൽ ചെറുതായിട്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ SFM പഠിച്ചവർക്ക് അറിയാം, നമുക്ക് ഇത് F+ ഉണ്ട്, അതുപോലെ തന്നെ F- പൊസിഷൻസ് ഒക്കെ ഉണ്ട് ഫ്യൂച്ചേഴ്സിൽ. അപ്പോൾ അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചേഴ്സ് ആണെങ്കിൽ ബൈ ആൻഡ് സെൽ പൊസിഷൻ ഉണ്ട്. ഇനി ഇൻട്രാഡേ, ഓക്കെ, ഷെയർ മാർക്കറ്റ് ഇൻട്രാഡേ ഡീൽ ചെയ്യുന്നവർക്ക് അറിയാം, ഇന്ന് രാവിലെ 9:15 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് ഷെയർ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബൈ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇല്ലാത്തൊരു ഷെയർ ബൈ ചെയ്യുന്ന പോലെ തന്നെ ഇല്ലാത്തൊരു ഷെയർ എന്ത് ചെയ്യാൻ പറ്റും, സെല് ചെയ്യാൻ പറ്റും. അപ്പോൾ നോർമലി നമുക്കൊരു ആ ഒരു കോൺസെപ്റ്റ് കുറച്ച് ഷെയർ മാർക്കറ്റ് അറിയാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായി. കാരണം ഇല്ലാത്ത ഷെയർ എങ്ങനെയാണ് വിൽക്കുന്നത്. ടാറ്റ മോട്ടോഴ്സ് ഇന്നിപ്പോൾ ഒരു ബിലോ 800 ആണെങ്കിൽ അതിപ്പോൾ
എങ്ങനെയാണ് നമ്മൾ സെല്ല് ചെയ്യുക, നമ്മളതിലൊരു 100 ടാറ്റ മോട്ടോഴ്സ് ഇല്ലയെന്ന് വിചാരിക്കുക, 100 സെല്ല് ചെയ്യാൻ പറ്റുമോ? സെല്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇല്ലാത്ത ഷെയർസും സെല്ല് ചെയ്യാൻ പറ്റും ഷോർട്ട് സെല്ലിങ്ങിലൂടെ. എനിവേ, അപ്പോൾ പോർട്ട്ഫോളിയോ റിസ്ക് മീൻസ് ഒരു ഷെയർ വാങ്ങിച്ച ആളുടെ പേടി ഷെയറിൻ്റെ വില കുറയുന്നതും, ഷെയർ വിറ്റ ആളുടെ ഇൻട്രാഡേയിൽ സെല്ല് ചെയ്ത ആളുടെ പേടി എന്ന് പറയുന്നത് ഒരു ഷെയറിൻ്റെ വില കൂടുന്നതായിരിക്കും ആളുടെ പേടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇഫ് യു ടേക്കൻ എ ലോങ് പൊസിഷൻ, നോർമലി ബൈ പൊസിഷൻ വിളിക്കുന്ന പേരാണ് ലോങ്. ദാറ്റ് ഈസ് നമ്മളൊരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ നമ്മളതിനെ ലോങ് പൊസിഷൻ എന്ന് വിളിക്കും. ദെൻ നമ്മളെ പേടി പ്രൈസസ് ഗോയിങ് ഡൗൺ. ആൻഡ് ഇഫ് യു ആർ ടേക്കൻ എ ഷോർട്ട് പൊസിഷൻ മീൻസ് സെൽ പൊസിഷനിലാണെങ്കിൽ പിന്നെ നമുക്ക് എപ്പോഴാണ് ലോസ് അടിക്കുക? ഷോർട്ട് ചെയ്ത ഐറ്റത്തിൻ്റെ പ്രൈസ് കൂടുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ലോസ് വരുന്നത്. അപ്പോൾ നമ്മളെ പേടി പ്രൈസസ് ഗോയിങ് അപ്പ്. ഇനി എന്താണ് ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ, സോ ഡെറിവേറ്റീവ് ഇസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് ഹൂസ് വാല്യൂസ് ഡിറൈവിംഗ് ഫ്രം ദി വൺ ഓർ മോർ അണ്ടർലൈങ് അസറ്റ് ലൈക്ക് ഇക്വിറ്റി, ഷെയർസ്, എക്സ്ചേഞ്ച് റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ്, ബോണ്ട് പ്രൈസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ലൈക്ക് എന്താണ് ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ? എന്താണ് ഒരു ഇമാജിനേഷൻ. ആക്ച്വലി ഡെറിവേറ്റീവിന് ഒരു വാല്യൂ ഇല്ല, ഡെറിവേറ്റീവിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, ഡെറിവേറ്റീവിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത് ഫ്രം ദി അണ്ടർലൈങ് അസറ്റ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർ. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഫ്യൂച്ചേഴ്സ് ഉണ്ട്, ടാറ്റ മോട്ടോഴ്സിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്ഷൻസിൻ്റെ ഒക്കെ പ്രൈസ് അതൊരു ഇമാജിനറി മാർക്കറ്റാണ്. ഓക്കെ, ഡെറിവേറ്റീവ് മാർക്കറ്റ് ഈസ് ലൈക്ക് ഒരു സാങ്കല്പികം മാത്രം. ഓക്കെ, ഒരു ഇമാജിനറി മാർക്കറ്റാണ്. അവിടെ ആക്ച്വൽ ബൈയിങ് ആൻഡ് സെല്ലിങ് നടക്കുന്നില്ല. അവിടെ എന്താണ് ഒരു ബെറ്റ് വെക്കുന്ന പോലെ ഒരു ഡിഫറൻസ് മാത്രമേ സെറ്റിൽ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആരും പോയിട്ട് F+ എടുക്കുന്ന ഒരു ടാറ്റ മോട്ടോഴ്സിൽ F+ എടുക്കുന്ന ടാറ്റ മോട്ടോഴ്സ് ഷെയർ വാങ്ങുന്നില്ല, F- എടുക്കുന്നവർ വിൽക്കുന്നില്ല. ഓക്കെ, അവർക്ക് അവിടെ വോട്ടിംഗ് റേറ്റ് കമ്പനിയുടെ ഷെയർ ഹോൾഡർ കിട്ടുന്നില്ല. നിങ്ങൾ 1000 ടാറ്റ മോട്ടോഴ്സിൽ ഫ്യൂച്ചേഴ്സ് വാങ്ങിച്ചാൽ പോലും ഓക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നില്ല? ഒരു വോട്ടിംഗ് റേറ്റ് പോലും കിട്ടുന്നില്ല. AGMൻ്റെ അകത്ത് പങ്കെടുക്കാൻ പറ്റില്ല, ₹1 പോലും ഡിവിഡൻഡ് കിട്ടില്ല. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേകത, ദാറ്റ് മീൻസ് യു ആർ നോട്ട് എ ഷെയർ ഹോൾഡർ. ഓക്കെ, സോ യു ആർ നോട്ട് എ ഷെയർ ഹോൾഡർ. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലിസ്റ്റിൽ നിങ്ങളെ പേര് വരില്ല. അതൊരു സാങ്കല്പികം മാത്രമാണ്, ഒരു ഇമാജിനറി മാർക്കറ്റാണ്. ഓക്കെ, ഡെറിവേറ്റീവ് മാർക്കറ്റ് ഈസ് ഈക്വൽ ടു ഇമാജിനറി മാർക്കറ്റ്. നേരെ മറിച്ച് നമ്മൾ ഇപ്പോഴത്തെ ക്യാഷ് മാർക്കറ്റ്, സെൻസെക്സ്, നിഫ്റ്റി, ഇതൊക്കെ നമ്മൾ എന്താണ്? ക്യാഷ് മാർക്കറ്റാണ്, റിയൽ മാർക്കറ്റാണ്. ഓക്കെ, അവിടെ നമ്മൾ ഒരു ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയർ വാങ്ങിച്ചാലും നിങ്ങൾക്ക് പറയാം ഞാൻ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയർ ഹോൾഡറാണ്, സോ ഐ ആം എ റിയൽ ഷെയർ ഹോൾഡർ, സോ ബിക്കോസ് യു ആർ ഹോൾഡിംഗ് എ ഷെയർ ഇൻ എ റിയൽ മാർക്കറ്റ്. ഓക്കെ, മറ്റേതൊരു സാങ്കല്പികം ഇമാജിനറി മാർക്കറ്റ് മാത്രം. ഓക്കെ, സോ ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഡെറിവേറ്റീവ് എന്താണെന്നുള്ളത് ഒരു ഇമാജിനേഷൻ ആണെന്നുള്ളത്, സാങ്കല്പികമാണെന്നുള്ളത്. ഓക്കെ, അത് തന്നെയാണ് നമുക്ക് ഡെറിവേറ്റീവ്സ് പഠിക്കാനുള്ള ഏറ്റവും സിമ്പിൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡെറിവേറ്റീവിൻ്റെ ഒരു എക്സാമ്പിൾ? ഇതുവരെ നമ്മൾ ഫോറക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഫോറക്സിൻ്റെ അകത്ത് നമ്മളുടെ തിയറട്ടിക്കൽ ഫ്യൂച്ചർ പ്രൈസ്, ദറ്റ് ഈസ് നമ്മുടെ അല്ലെങ്കിൽ തിയറട്ടിക്കൽ ഫോർവേഡ് റേറ്റ് യൂസിങ് IRP തിയറി അല്ലേ. IRP തിയറിയിൽ നമ്മൾ എന്താ ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റിയിൽ നമ്മൾ എന്താ പഠിച്ചുള്ളത്? ഏത് രാജ്യത്തിനാണ് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളത് ആ രാജ്യത്തിൻ്റെ കറൻസി ഫോർവേഡ് പോകുന്ന പറയുമ്പോൾ എന്തെയും അപ്രീസിയേറ്റ് ചെയ്യും. അപ്പം അങ്ങനെയാണെങ്കിൽ ആസ് പെർ ദി IRP തിയറി ഫോർവേഡ് റേറ്റ് ഈസ് ഈക്വൽ ടു spot multiplied by 1 plus interest rate in price currency divided by 1 plus interest rate in base currency എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ്? ഫോർവേഡ് റേറ്റ് ഡിറൈവ് ചെയ്ത് വരുന്ന റേറ്റ് ആണ്. ഓക്കെ, ഫോർവേഡ് റേറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് ഡിറൈവഡ് റേറ്റ് ആണ് യൂസിങ് ചെയ്ത് സ്പോട്ടും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റും. അപ്പോൾ ഇവിടെ സ്പോട്ട് മാറുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് മാറും? ഫോർവേഡ് റേറ്റ് മാറും. ഓക്കെ, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റിനനുസരിച്ച് എന്ത് മാറും? ഫോർവേഡ് റേറ്റ്. അപ്പോൾ ഈ ഫോർവേഡ് റേറ്റിൻ്റെ വാല്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ ഓക്കെ, അല്ലെങ്കിൽ അത് ഡിറൈവ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? സ്പോട്ട് റേറ്റിൽ നിന്നോ ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്നൊക്കെയാണ്. അതിനെ വിളിക്കുന്നവരെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ഇന്ത്യ സോ പോപ്പുലർ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്? ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, ഫോർവേഡ് റേറ്റ് അഗ്രിമെന്റ്, അതുപോലെ തന്നെ സ്വാപ്പ്, ക്യാപ്പ്, ഫ്ലോർ, കോളർ. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ സിലബസിൽ പഠിക്കാനുള്ളത്. സോ ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, ഫോർവേഡ് റേറ്റ് അഗ്രിമെന്റ് FRA, ദെൻ സ്വാപ്പ്, ക്യാപ്പ്, ഫ്ലോർ, കോളർ. ദെൻ അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ആണ്. സോ FRA കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ് കമ്പയർ ടു ബാക്കിയുള്ളതിനേക്കാളും. ഓക്കെ, സോ ക്യാപ്പ്, ഫ്ലോർ, കോളറൊക്കെ ചെറിയൊരു കോൺസെപ്റ്റ് മാത്രമേ. അതായത് നമ്മൾ ഫ്യൂച്ചേഴ്സ് ആക്ച്വലി ഈ ഷെയർ മാർക്കറ്റ് നമ്മൾ ഫ്യൂച്ചേഴ്സിൽ എൻ്റർ ചെയ്യുന്ന പോലെ തന്നെയാണ് എന്ത്? FRA ഇൻട്രസ്റ്റ് റേറ്റുമുള്ള ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റുമലത്തെ ഫ്യൂച്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? FRA എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ക്യാപ്പ്, ഫ്ലോർ, കോളർ എന്ന് പറയുന്നത് ഏത്? ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഓപ്ഷൻസ് ഇൻട്രസ്റ്റ് റേറ്റുമുള്ള ഓപ്ഷൻസിനെ വിളിക്കുന്ന പേരാണ് ക്യാപ്പ്, ഫ്ലോർ, കോളർ എന്ന് പറയുന്നത്. ലൈക്ക് ഇപ്പോൾ കോൾ ഓപ്ഷൻ ഓൺ ഇക്വിറ്റി ഷെയർ എടുക്കുന്നതിന് പകരം നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റും ഒരു കോൾ ഓപ്ഷൻ എടുക്കുമ്പോൾ അതിനെന്ന് വിളിക്കും? ക്യാപ്പ് എന്ന് വിളിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഒരു പുട്ട് ഓപ്ഷൻ ഓൺ ഷെയർ, ഒരു ഷെയറിൻ്റെ മുകളിൽ പുട്ട് ഓപ്ഷൻ എടുക്കുന്നത് പോലെ ഇൻട്രസ്റ്റ് റേറ്റിൽ നമ്മൾ പുട്ട് ഓപ്ഷൻ എടുക്കുന്നത് വിളിക്കുന്ന പേരാണ് ഫ്ലോർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരേ സമയത്ത് കോമ്പിനേഷൻ ഓഫ് ക്യാപ്പ് ആൻഡ് ഫ്ലോർ, ദാറ്റ് ഈസ് ഒരു ഷെയർ വാങ്ങിക്കുകയും മറ്റൊരു ഷെയർ വിളിക്കുകയും ചെയ്യുമ്പോൾ ഒരു കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും കോമ്പിനേഷൻ പോലെ നമ്മൾ ക്യാപ്പും ഫ്ലോർ ഒരുമിച്ചെടുക്കുന്ന വിളിക്കുന്ന പേരാണ് കോളർ. ഓക്കെ, സോ ബാക്കി നമ്മൾ ഓൾറെഡി റെഗുലർ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിരുന്നു. എനിവേ, അപ്പോൾ ഇൻ കേസ് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് നോട്ട് ഫിക്സഡ്, ദാറ്റ് ഈസ് ഫ്ലോട്ടിംഗ് ഇറ്റ് മീൻസ് ഇറ്റ്സ് നോട്ട് ഫിക്സഡ്, ദാറ്റ് ഈസ് എ പോപ്പുലർ ഫ്ലോട്ടിംഗ്
ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ഏതൊക്കെയാണ്? ഒന്ന് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ മിബോർ മീൻസ് മുംബൈ ഇന്റർ ബാങ്ക് ഓഫേർഡ് റേറ്റ്, അടുത്ത ലിബോർ മീൻസ് ലണ്ടൻ ഇന്റർ ബാങ്ക് ഓഫേർഡ് റേറ്റുകൾ. ഓക്കെ, ദെൻ എന്തൊക്കെയാണ് ഡെറിവേറ്റീവിന്? പിന്നെ ഇന്ത്യയിൽ മിബോർ എന്നാണ് ഡെയിലി ബേസിസിൽ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദർ ആർ 3 പ്രൈമറി യൂസസ് ഓഫ് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്. എന്തൊക്കെ പർപ്പസുകൾക്കാണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒന്ന് ഹെഡ്ജിങ് മീൻസ് നിങ്ങൾക്ക് ക്യാഷ് ഹെഡ്ജിങ്ങിന്റെ മീനിങ്ങും സ്പെക്കുലേഷന്റെ മീനിങ് നമ്മൾ അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കുക. ഹെഡ്ജിങ് മീൻസ് അല്ലെങ്കിൽ ആർബിട്രേജ്, 3 പർപ്പസാണ്. ഏതൊക്കെയാണ് 3 പർപ്പസ്? ഹെഡ്ജിങ്, ആർബിട്രേജ്, സ്പെക്കുലേഷൻ. ഓക്കെ, ഹെഡ്ജിങ്, ആർബിട്രേജ്, സ്പെക്കുലേഷൻ. എന്താണ് ഹെഡ്ജിങ് എന്ന് വെച്ചാൽ? ഹെഡ്ജിങ് മീൻസ് നിങ്ങൾക്ക് ക്യാഷ് മാർക്കറ്റിൽ ഒരു റിയൽ പൊസിഷൻ, ക്യാഷ് മാർക്കറ്റിൽ റിയൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടർക്ക് പേയ്മെന്റ് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ട് ചെയ്ത സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആസ് എൻ ഇമ്പോർട്ടർ, യു ആർ എൻ ഇമ്പോർട്ടർ, നിങ്ങൾക്ക് ഒരു പേയ്മെന്റ് കൊടുക്കാനുണ്ട് ഒരാൾക്ക്, അല്ലെങ്കിൽ യു ആർ എൻ എക്സ്പോർട്ടർ, നിങ്ങൾക്ക് ഒരു ഫോറിൻ കറൻസി പേയ്മെന്റ് കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റിയൽ മാർക്കറ്റിൽ ഇൻ റിയാലിറ്റിയിൽ നിങ്ങൾക്ക് എന്തുണ്ട്, ഒരു എക്സ്പോഷർ, റിസ്ക് നിൽക്കുന്നുണ്ട്. ആ റിസ്കിനെ നിങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ പോയിട്ട് ഒരു പൊസിഷൻ എടുക്കുമ്പോൾ, ഓക്കെ, നിങ്ങൾ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ പോയി ഒരു പൊസിഷൻ എടുക്കുമ്പോൾ അത് എന്തായിട്ട് മാറും? ഹെഡ്ജിങ് ആയിട്ട് മാറും. ഓക്കെ, നേരെ മറിച്ച് നിങ്ങൾക്ക് റിയാലിറ്റിയിൽ ഒരു ക്യാഷ് മാർക്കറ്റിൽ അങ്ങനെ ഒരു ലൈബിലിറ്റി ഇല്ല, ഡോളർ വാങ്ങാനോ അല്ലെങ്കിൽ ഡോളർ വിൽക്കാനോ ഒന്നുമില്ല. പക്ഷെ എന്നാലും നിങ്ങൾ ഡോളറിന്റെ വില വ്യത്യാസത്തിൽ, ഒരു മാർക്കറ്റിൽ ഡോളർ വില കുറഞ്ഞു കിടക്കുന്നു, മറ്റൊരു മാർക്കറ്റിൽ ഡോളറിന്റെ വില കൂടി നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾ നേരത്തെ ആർബിട്രേജ് പ്രൈസിങ് തിയറി ഓൾറെഡി അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ പോർട്ട്ഫോളിയോയിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആർബിട്രേജ് എവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഫോറക്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? പാത്ത് അപ്രോച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആർബിട്രേജ് പ്രകാരം നമുക്ക് ഏത് മാർക്കറ്റിലാണ് അണ്ടർ പ്രൈസ്, അവിടെ നിന്ന് ബൈ ചെയ്തിട്ട് ഏത് മാർക്കറ്റിലാണ് ഓവർ പ്രൈസ്, അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു സെല് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു മേക്കിംഗ് റിസ്ക്ലെസ് പ്രോഫിറ്റ്, ഓക്കെ, മേക്കിംഗ് എ റിസ്ക്ലെസ് പ്രോഫിറ്റ്, അതിനെ വിളിക്കുന്ന പേരാണ് ആർബിട്രേജ്. ഓക്കെ, സോ വൺ ക്യാൻ ബൈ ഒരു റിസ്ക്ലെസ് പ്രോഫിറ്റ് ഉണ്ടാക്കാം ബൈ എക്സ്പ്ലോയിറ്റിംഗ് ദ മാർക്കറ്റ്. അണ്ടർ പ്രൈസ്ഡ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഓവർ പ്രൈസ്ഡ് മാർക്കറ്റിൽ സെല് ചെയ്ത് ആർബിട്രേജ് പ്രോഫിറ്റ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ സ്പെക്കുലേഷൻ സ്പെക്കുലേഷൻ എന്ന് വെച്ചാൽ നമുക്ക് എന്തില്ല, ക്യാഷ് മാർക്കറ്റിൽ യാതൊരു പൊസിഷനും നമുക്കില്ല, ക്യാഷ് മാർക്കറ്റിൽ ഒരു പൊസിഷൻ, പക്ഷെ നമ്മളൊരു പ്രൈസ് ഡിഫറൻസിൽ നിന്ന് ഒരു റിസ്ക്ലെസ് പ്രോഫിറ്റ് അല്ല, പകരം നമ്മളൊരു എന്താ പറയുക, സ്പെക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണ്. സോ ദർ ഇസ് എ ചാൻസ് ഓഫ് ലോസ് ഓൾസോ. ഓക്കെ, അവിടെ സ്പെക്കുലേഷൻ്റെ പ്രത്യേകത എന്താ പറയുക, പ്രോഫിറ്റ് ഓർ ലോസ്. ഓക്കെ, സോ പ്രോഫിറ്റ് ഓർ ലോസ് ആ ഒരു റിസ്ക് എടുത്തുകൊണ്ടാണ് നമുക്ക്, ഓക്കെ, റിസ്ക് ഇവിടെ പ്രോഫിറ്റ് ഓർ ലോസിനുള്ള ആ റിസ്ക് ഉണ്ട്. ഇവിടെ ചിലപ്പോൾ നിങ്ങൾ വായിക്കുമ്പോൾ വിത്ത് നോ റിസ്ക് എക്സ്പോഷർ എന്ന് കാണുമ്പോൾ ആരും വിചാരിക്കരുത് സ്പെക്കുലേഷൻ റിസ്ക് ഇല്ല, സ്പെക്കുലേഷൻ ഹൈ എമൗണ്ട് ഓഫ് റിസ്ക് ഉണ്ട്. പിന്നെ എന്താണ് ഇവിടെ നോ റിസ്ക് എക്സ്പോഷർ ഞാൻ കൊടുത്തിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ക്യാഷ് മാർക്കറ്റിൽ നമുക്കൊരു ഇൻ റിയാലിറ്റി ഡോളർ ബൈ ചെയ്യാനോ സെല് ചെയ്യാനോ ഇല്ലാത്ത ഒരാൾ, അതേപോലെ തന്നെ ഡോളറിൻ്റെ വില കൂടുമായിരിക്കും അല്ലെങ്കിൽ ഡോളറിൻ്റെ വില കുറയുമായിരിക്കും എന്ന് കണ്ടിട്ട് ഒരു പ്രൈസ് ബിലീഫിൻ്റെ, ആ ഒരു വേർഡ് ഇമ്പോർട്ടൻ്റ്, ഒരു പ്രൈസ് ബിലീഫിൻ്റെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൈസിൻ്റെ മുകളിൽ ആൾക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കും, കൂടും കുറയുന്നുള്ളത്. ഓക്കെ, ഇതിലെ ആ ഒരു പ്രൈസ് ബിലീഫിന്റെ ബേസിസിൽ നമ്മൾ മാർക്കറ്റിൽ ഒരു പൊസിഷൻ എടുക്കുമ്പോൾ അതാണ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. അവിടെ പ്രോഫിറ്റ് ഓർ ലോസിനുള്ള ചാൻസ് ഉണ്ട്, ദാറ്റ് മീൻസ് അവിടെ സ്പെക്കുലേഷനിൽ റിസ്ക് ഉണ്ട്. ഓക്കെ, സോ ക്യാഷ് മാർക്കറ്റിൽ എക്സ്പോഷർ ഇല്ല, പക്ഷെ ഡയറക്ട്ലി സ്പെക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ റിസ്ക് ഉണ്ട്. അപ്പോൾ അതാണ് സ്പെക്കുലേഷനും. ആർബിട്രേജും പ്രൈസ് സ്പെക്കുലേഷൻ നമ്മൾ വ്യത്യാസം, രണ്ടും എന്താ പറയുക, വിത്തൗട്ട് എക്സ്പോഷർ, ക്യാഷ് മാർക്കറ്റിൽ ഒരു എക്സ്പോഷർ ഇല്ലാതെ തന്നെയാണ് ആർബിട്രേജും അതുപോലെ തന്നെ സ്പെക്കുലേഷൻ ചെയ്യുന്നതെങ്കിലും ആർബിട്രേജ് നമ്മൾ 100% ഒരു റിസ്ക്ലെസ് പ്രോഫിറ്റ് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ആർബിട്രേജ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പെക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ റിസ്ക് ഉള്ള ചാൻസ് ഉണ്ട്, പ്രോഫിറ്റ് ഓർ ലോസിനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ റിയൽ ലൈഫ് ആർബിട്രേജ് ഒക്കെ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ചെറിയ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. റിയൽ ലൈഫിൽ ഇപ്പോൾ നമ്മൾ കനറ ബാങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ള ബാങ്കുകളിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും KCC ലോൺസ് ഒക്കെ പറഞ്ഞിട്ട് 4% ലോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോൾഡ് ലോൺ 4% എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ദാറ്റ് മീൻസ് നിങ്ങൾ ആലോചിച്ച് നോക്കി, അവിടെ ഒരു FD എടുക്കുന്നത് എത്രയായിരിക്കും, FD ഫിക്സഡ് ഡെപ്പോസിറ്റിന് 7% ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങളതിൽ അവിടെ കണ്ടീഷൻസ് ഉണ്ട്, നിങ്ങളതിൽ ഗോൾഡ് ഉണ്ടാവണം, 10 സെൻറ്റ് സ്ഥലമെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു 10 സെൻറ്റ് സ്ഥലവും കുറച്ച് ഗോൾഡും കയ്യിൽ വെറുതെ വെച്ചിട്ടുള്ള ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് കൊണ്ടുപോയിട്ട് ബാങ്കിൽ കൊടുത്തിട്ട് 4% ഇൻട്രസ്റ്റ് വന്നെടുക്കാം, ലോൺ എടുക്കാം. അപ്പോൾ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെയുള്ള പരസ്യങ്ങൾ, അപ്പോൾ വീട്ടിൽ വെറുതെ സ്വർണം വെച്ചിട്ട് ഒരു ഉപകാരം, അതിന് അപ്രീസിയേഷൻ, വാല്യൂഡ് അപ്രീസിയേഷൻ, അതിപ്പോൾ അവിടെ വെച്ചാലും ബാങ്കിൽ വെച്ചാലും കിട്ടുമല്ലോ. അപ്പോൾ ബാങ്കിൽ വിറ്റിട്ടില്ല, ലോക്കറിൽ വെക്കുന്നുള്ളൂ അവിടെ സേഫ് ആയിട്ട്. അപ്പോൾ വീട്ടിൽ വെറുതെ വെച്ചിട്ടുള്ള സ്വർണ്ണവും 10 സെൻറ്റ് സ്ഥലവും കിടക്കുന്ന ഇതിൽ വെറുതെ നികുതി അടച്ച വില്ലേജ് ഓഫീസിൽ നികുതി അടച്ച റിസിപ്റ്റ് കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ കനറ ബാങ്കിൽ വേറെ ആധാരമൊന്നും കൊണ്ടുപോകണ്ട, ജസ്റ്റ് ഒരു നികുതി അടച്ച റിസിപ്റ്റും 10 പവൻ ഗോൾഡും കൂടെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഒരു 3 lakhs വരെ നമുക്ക് ലോൺ കിട്ടും. ഈ 3 lakhs നമുക്ക് എന്ത് ചെയ്യാം, 4%ലാണ് കിട്ടുന്നത്. ഈ 3 lakhs നമുക്ക് 4% എടുത്ത് തൊട്ടടുത്ത കൗണ്ടറിൽ പോയിട്ട് നമുക്ക് 7% FD ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടും, 3% പ്രോഫിറ്റ് കിട്ടും, അല്ലേ? അതൊരു ആർബിട്രേജ് അല്ലേ, കാരണം വെച്ചാൽ അവിടെ ലോസ് എന്നുള്ളൊരു പോയിന്റേ വരുന്നില്ല, കാരണം 100% പ്രോഫിറ്റ് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ആർബിട്രേജ്, മേക്കിംഗ് റിസ്ക്ലെസ് പ്രോഫിറ്റ് ബൈ
പർച്ചേസിങ് ഫ്രം ദ മാർക്കറ്റ് വേർ അണ്ടർ പ്രൈസ്ഡ് ആൻഡ് സെല്ലിംഗ് ഇൻ ദ മാർക്കറ്റ് വേർ ഓവർ പ്രൈസ്ഡ്. ഓക്കെ, ഇനി അടുത്തത് ഡെറിവേറ്റീവ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡെറിവേറ്റീവ്സ് ഏതൊക്കെയാണ്? ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, FRA ഫോർവേഡ് റേറ്റ് അഗ്രിമെൻറ്റ്, ദെൻ സ്വാപ്സ്, ദെൻ അതുപോലെ തന്നെ ക്യാപ്പ്, ഫ്ലോർ, കോളർ. അതിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സ് ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. സോ വാട്ട് ഈസ് ഫ്യൂച്ചേഴ്സ് അല്ല, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫ്യൂച്ചേഴ്സ്? ഓക്കെ, സോ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫ്യൂച്ചേഴ്സ് മീൻസ് ഒന്ന്, ദേ ആർ എക്സ്ചേഞ്ച് ട്രേഡഡ് ആണ്. എന്തുകൊണ്ടാണ് എക്സ്ചേഞ്ച് ട്രേഡ്? ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു കോൺട്രാക്ട് എന്നാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് അല്ല, പകരം ഫ്യൂച്ചേഴ്സ് എന്നാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ആണ്. ഓക്കെ, സോ ദേ ആർ നോട്ട് ഡെലിവറി ബേസ്ഡ്. ഓക്കെ, ശരിക്കും നമ്മൾ ഫ്യൂച്ചേഴ്സിൽ ബൈ ചെയ്യുക, സെല് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഷെയർ സെല് ചെയ്യുകയോ ബൈ ചെയ്യുകയോ ഒന്നും വേണ്ട. ഇനി ഡോളർ നമ്മൾ ഫ്യൂച്ചേഴ്സിൽ നമ്മൾ ഡോളർ ബൈ ചെയ്യുക, സെല് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ഫിസിക്കൽ സെല്ലിങ്ങോ ബൈങ്ങോ നടക്കുന്നില്ല. ദെൻ ഓൺലി പൊസിഷൻസ് ക്യാൻ ബി ടേക്കൺ. നമ്മളൊരു ബൈ പൊസിഷൻ എടുക്കുമ്പോൾ F+ എന്നുള്ള ലോങ് പൊസിഷനും സെല്ല് എടുക്കുമ്പോൾ F- എന്നുള്ള ഷോർട്ട് പൊസിഷനാണ് വരുന്നത്. ദെൻ അടുത്തതും, സോ ഇഫ് യു ആർ ബുള്ളിഷ് ഓർ ഒപ്റ്റിമിസ്റ്റിക്, ദറ്റ് ഇസ് ഫ്യൂച്ചർ ഫോർവേഡ് ഫ്യൂച്ചേഴ്സ് മാറി, അല്ലെങ്കിൽ നമ്മളെ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ കമ്മിങ് ഡേയ്സിൽ നമ്മൾ പ്രൈസ് കൂടും എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ദാറ്റ് മീൻസ് യുവർ മൈൻഡ് സെറ്റ് എന്നാണ് ഒരു ബുള്ളിഷ് മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ യു ആർ ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് ദ മാർക്കറ്റ് മൂവ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും F+ പൊസിഷൻ എടുക്കും. നേരെ മറിച്ച് നമ്മൾ ബിയറിഷ് ആണെങ്കിൽ, ഓക്കെ, ദാറ്റ് ഈസ് നമ്മളൊരു പെസിമിസ്റ്റിക് ആണ്, ഒരു ദുരന്തത്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, മാർക്കറ്റ് കുറയുമായിരിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ദെൻ വി ആർ പെസിമിസ്റ്റിക് ആണെങ്കിൽ വി വിൽ ടേക്ക് എ പൊസിഷൻ ഇൻ F- പൊസിഷൻ. ഓക്കെ, ദെൻ ടു സ്ക്വയർ ഓഫ് അല്ലെ, സോ സ്ക്വയർ ഓഫ് ബൈ ചെയ്യുന്നതിന് എന്ത് ചെയ്യണം? സെല് ചെയ്യണം, സെല് ചെയ്തതും ബൈ ചെയ്യണം. സോ വി നീഡ് ടു ടേക്ക് എ ഓപ്പോസിറ്റ് പൊസിഷൻ. നോർമലി നമ്മൾ ടിപ്പിക്കലി 1 month 2 month 3 month പൊസിഷൻസ് ആണ് നോർമലി ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്. സോ നിങ്ങൾ മണി കൺട്രോൾ പോലുള്ള അപ്ലിക്കേഷൻസ് എടുത്തിട്ട് റെഗുലർ ക്ലാസ്സിൽ നമ്മൾ ലൈവായിട്ട് ട്രേഡ് ഒക്കെ ചെയ്യാറുണ്ട്. സോ അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ലൈവ് ട്രേഡിംഗ് ഇതൊന്നും നമുക്ക് സമയമില്ല, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അറിഞ്ഞിരിക്കുക മണി കൺട്രോൾ എന്നുള്ള വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ, മണി കൺട്രോൾ വെബ്സൈറ്റ് ഉണ്ട്. ഈ മണി കൺട്രോളിൻ്റെ അകത്ത് പോയിട്ട്, അല്ലെങ്കിൽ ഒരുപാടുണ്ട്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുള്ള മണി കൺട്രോൾ. ആ മണി കൺട്രോൾ എന്ന ആപ്ലിക്കേഷൻ പോയി നമ്മൾ ഫ്യൂച്ചേഴ്സ് F&O സെഗ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഫ്യൂച്ചേഴ്സ് എടുക്കുക, ഫ്യൂച്ചേഴ്സിൽ എന്ത് ചെയ്യാം, അവിടെ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് ഉണ്ടാവും, ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ഉണ്ടാവും. സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ ഒരു കോളം വരുമ്പോൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ 3 മെച്യൂരിറ്റി ലൈൻ കാണാൻ പറ്റും. ദാറ്റ് ഈസ് എല്ലാ മാസവും അവസാനത്തെ വ്യാഴാഴ്ച. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഡിസംബറിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ ഡിസംബറിൻ്റെ മെച്യൂരിറ്റി നമുക്ക് കാണാൻ പറ്റും. ഡിസംബറിൻ്റെ കലണ്ടർ എടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, ഡിസംബർ എന്നാണോ ലാസ്റ്റത്തെ വ്യാഴാഴ്ച വരുന്നത്, ആ ഒരു ലാസ്റ്റ് വ്യാഴാഴ്ച ആയിരിക്കും നമ്മൾക്ക് എന്തായിട്ട് വരാം, മെച്യൂരിറ്റി ഡേറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ലൈക്ക് സോ ഡിസംബറിൽ അവസാനത്തെ വ്യാഴാഴ്ച 26. ഓക്കെ, അപ്പോൾ 26 ഡിസംബർ. അതുപോലെ തന്നെ ജാനുവരിയിൽ നമുക്ക് വരുന്നത് ഏകദേശം 30. ഓക്കെ, ജാനുവരി 30. അപ്പോൾ ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി. ഓക്കെ, സോ അങ്ങനെ 3 മാസത്തെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടായിരിക്കും. അത് നോക്കുമ്പോൾ ആ മാസത്തെ, ഓക്കെ, ഏത് മാസത്തെ 1 month 2 month 3 monthനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതാത് മാസങ്ങളിലെ അവസാനത്തെ വ്യാഴാഴ്ച ആയിരിക്കും അതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ്. വൺസ് നമ്മൾ ഫ്യൂച്ചറിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 1 month ഫ്യൂച്ചേഴ്സ്, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ 1 month ഫ്യൂച്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഡിസംബർ ഫ്യൂച്ചേഴ്സാണ് നിങ്ങൾ ഇപ്പോൾ ഇന്ന് എൻ്റർ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ഇപ്പോൾ ഇന്ന് ഇപ്പോൾ എൻ്റർ ചെയ്യുന്നത് ഡിസംബർ ഫ്യൂച്ചേഴ്സിനാണെങ്കിൽ നിങ്ങൾ മാക്സിമം പോയി കഴിഞ്ഞാൽ എവിടം വരെ ഹോൾഡ് ചെയ്യാൻ പറ്റും? ഡിസംബർ 26 വരെ. അപ്പോൾ അന്നത്തെ പ്രൈസിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ ഓഫ് ചെയ്തിരിക്കണം. അതായത് നമ്മൾ പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിൽ അവിടം വരെ മാക്സിമം, അതിൻ്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ സ്ക്വയർ ഓഫ് ചെയ്തൊക്കെ പോകാം. നമുക്ക് പ്രോഫിറ്റ് ഉള്ള സമയത്ത് നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ അതർവൈസ് നമ്മൾ മാക്സിമം അവിടം വരെ നമ്മൾ എന്തിനും ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ നോർമലി 3 months 1 month 2 month 3 month മെച്യൂരിറ്റിയാണ് വരുന്നത്. Then settlement on the last Thursday. Then futures are normally market to market ആണ്. ദാറ്റ് ഈസ് നമ്മളൊരു ഇനീഷ്യൽ മാർജിൻ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പോലെ നമ്മൾ എന്തെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം ഡെയിലി അതിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ മാർജിൻ ബാലൻസിലോട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. ഈ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ എന്ന് വിളിക്കുന്നത് മാർക്കറ്റ് ടു മാർക്കറ്റ്. അതായത് മാർക്കറ്റ് പ്രൈസിങ് അക്കോർഡിംഗ്ലി, മാർക്കറ്റ് പ്രൈസിൻ്റെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ മാർജിൻ ബാലൻസ് മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്യാൻ മീൻസ് പ്രോഫിറ്റ് ആണെങ്കിൽ മാർജിൻ്റെ കൂടെ ആഡ് ചെയ്യും, ലോസ് ആണെങ്കിൽ മാർജിൻ ലെസ് ചെയ്യും. ഓക്കെ, ലോട്ട് സൈസ് സ്റ്റാൻഡേർഡൈസ്ഡ്. അതായത് നമുക്കിപ്പോൾ എന്താ പറയുക, ലൂസായിട്ട് 5 എണ്ണം 10 എണ്ണം 100 ഷെയർ 150 ഷെയർ എന്നൊന്നും പറ്റില്ല. പലപ്പോഴും ലോട്ട് സൈസ് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിരിക്കും. ലൈക്ക് 300 യൂണിറ്റ്സിൻ്റെ ഒരു സെറ്റ്, ഒരു ബണ്ടിൽസ് ആയിട്ടായിരിക്കും ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കപ്പോൾ ഒരു 500 വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടൂല, കാരണം 300ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ പിന്നെ 300 600 900 1000 1500 ഈ ഒരു രീതിയിലായിരിക്കും പോകുന്നത്. നമുക്കൊരു 500 എണ്ണം, നേരെ വെച്ച് ഇക്വിറ്റി ഷെയർ 500 എണ്ണം കിട്ടും, ഒരെണ്ണം കിട്ടും, 2 എണ്ണം കിട്ടും, 3 എണ്ണം കിട്ടും. അപ്പോൾ ഇക്വിറ്റി മാർക്കറ്റ് അഥവാ റിയൽ ക്യാഷ് മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിംഗിൾ യൂണിറ്റ് ഷെയർ വരെ ഒരെണ്ണം വരെ നമുക്ക് വാങ്ങിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നേരെ മറിച്ച് ഇവിടെ കോൺട്രാക്റ്റുകളാണ്, ലോട്ട് സൈസിലാണ്. ഓക്കെ, ഇനി മാർജിൻ റിക്വയർമെൻറ്റ് ഞാൻ പറഞ്ഞു. സോ നമ്മളൊരു ഫ്യൂച്ചേഴ്സിൽ എൻ്റർ ചെയ്തതിന് ശേഷം ഒരു ഇമാജിനറി മാർക്കറ്റാണ്, ഒരു ബെറ്റിംഗ് പോലെയാണ്. വൺസ് ഒരു F+ ഉണ്ടെങ്കിൽ അപ്പുറത്തൊരു F അല്ല, ഒരു പേയർ ഉണ്ടെങ്കിൽ ഒരു പേയി ഉണ്ടായിരിക്കും, ഒരു കോൺട്രാക്ടർ കോൺട്രാക്ടി എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ഒരു
എഫ് പ്ലസ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒരു എഫ് പ്ലസ് ബൈ ചെയ്യുമ്പോൾ അപ്പുറത്തൊരു എഫ് മൈനസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഇത് വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ നിങ്ങൾ എഫ് പ്ലസ് എടുത്ത ആൾക്ക് പ്രൈസ് കൂടിക്കഴിയുമ്പോൾ അതിൻ്റെ ലാഭം കിട്ടണം അല്ലേ. കാരണം ഷെയർ കയ്യിൽ കിട്ടിയിട്ടില്ല, ലാഭം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ആ ഡിഫറൻസ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ ടാറ്റ മോട്ടോഴ്സ് ഞാൻ 800 റുപ്പീസിൽ എഫ് പ്ലസ് എടുക്കുകയാണെങ്കിൽ സോ ഡിസംബർ 26 തീയതി വരെ കയ്യിൽ വെക്കാം. ഡിസംബർ 26 850 ആവുകയാണെങ്കിൽ, അപ്പോൾ ഇന്ന് ഞാൻ 800 റുപ്പീസിൽ തന്നെ എഫ് പ്ലസ് എടുത്തിട്ട് ഡിസംബർ 26 850 ആവുകയാണെങ്കിൽ എനിക്ക് ഒരെണ്ണത്തിൽ വന്ന് 50 രൂപ കിട്ടും. സപ്പോസ് 300 ലോട്ടാണെങ്കിൽ 300 × 50 നമുക്ക് 15,000 ആയിരിക്കും എന്ത് വരുന്നത്, എനിക്ക് പ്രോഫിറ്റ് വരുന്നത് 15,000 രൂപ പ്രോഫിറ്റ്. അതായത് 300 ഷെയർസ് എനിക്ക് കിട്ടില്ല, പകരം എനിക്ക് 50 രൂപ വെച്ചിട്ട് 300 എണ്ണത്തെ ലാഭം കിട്ടുമ്പോൾ 15,000 രൂപയാണ് എൻ്റെ പ്രോഫിറ്റ് ഒരു കോൺട്രാക്റ്റുമേ. 2 കോൺട്രാക്ട് എടുക്കുകയാണെങ്കിൽ എനിക്ക് 30,000 കിട്ടും, 3 കോൺട്രാക്ട് എടുക്കുകയാണെങ്കിൽ 45 കിട്ടും പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഈ പൈസ എനിക്ക് ആര് തരണം? അപ്പുറത്തുള്ള പാർട്ടി തരണം. ഓക്കെ, മറ്റൊരു പാർട്ടി എനിക്ക് എന്തെങ്കിലും തരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സെറ്റിൽമെൻറ്റ് ഉറപ്പ് വരുത്താൻ വേണ്ടി സെബി എന്താ പറയുക, നിങ്ങൾ കുറച്ച് എമൗണ്ട് ഒരു മാർജിൻ എമൗണ്ട് ആയിട്ട് എന്താണ് ഡെപ്പോസിറ്റ് ചെയ്തിരുന്നത്, അതാണ് മാർജിൻ ബാലൻസ്. അതിന് പൊതുവെ വിളിക്കുന്ന ഒരു ഇനീഷ്യൽ മാർജിൻ. ഈ ഒരു ഇനീഷ്യൽ മാർജിൻ ക്വസ്റ്റിൻ്റെ അകത്ത് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് X+3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, എക്സ് മീൻസ് ആവറേജ്. ഓക്കെ, നമ്മൾ ആവറേജ് മൂവ്മെൻറ്റ് ഓഫ് വാല്യൂ ഓഫ് ദ കോൺട്രാക്റ്റിൽ ഉണ്ടാവുന്ന ഓക്കെ അബ്സല്യൂട്ട് മൂവ്മെൻറ്റ്. അതായത് ചിലപ്പോൾ ഒരു ദിവസം കുറയാൻ ഷെയർ മാർക്കറ്റ് നിങ്ങൾക്ക് അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റിംഗ് ആണ്. സോ ഒരു ദിവസം കൂടാം കുറയാമൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് എന്തിനാ ആബ്സല്യൂട്ട് ചേഞ്ച് എടുക്കുക. ആബ്സല്യൂട്ട് ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് ദ കോൺട്രാക്ട് ആ ക്വസ്റ്റിൻ്റെ അകത്ത് തരും. നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സെക്സിൻ്റെ വാല്യൂ ക്വസ്റ്റിൻ്റെ അകത്ത് തരും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്വസ്റ്റിൻ്റെ അകത്ത് തരും. നമ്മൾ ഏത് ഫോർമുല യൂസ് ചെയ്താൽ മതി, X+3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഞാൻ അതിലോട്ട് മുഴുവൻ കിടക്കുന്നില്ല. അതിൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണെന്നുള്ളതും അതിൻ്റെ ഫുൾ ലോജിക്ക് നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റിൻ്റെ അകത്ത് ഇനീഷ്യൽ മാർജിൻ കമ്പ്യൂട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരികയാണെങ്കിൽ എക്സ് വാല്യൂ എത്രയാണെന്നും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണെന്ന് തന്നാൽ ഈ ഫോർമുല അങ്ങോട്ട് യൂസ് ചെയ്യുക, X+3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, യെസ്. അടുത്തത് ന്യൂമറിക്കൽസ് നമുക്ക് തിയറി ഡിസ്കഷൻ ചെയ്യാം. നോക്കാം, ഹെഡ്ജിങ് കറൻസി എക്സ്പോഷർ യൂസിങ് കറൻസി ഫ്യൂച്ചേഴ്സ്. അപ്പോൾ ഫോറക്സ് നമ്മൾ എന്ത് ചെയ്യാൻ ഫ്യൂച്ചേഴ്സിനായിട്ട് മിക്സ് ചെയ്യാൻ പോകണം. ഫോറക്സ് പറയുന്നത് സോ നിങ്ങൾക്ക് ആസ് എൻ ഇമ്പോർട്ടർ നിങ്ങൾക്ക് ഡോളർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഓക്കെ യു വാണ്ട് ടു ബൈ ദ ഡോളേഴ്സ്. അപ്പം അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം, ഡോളർ ഫ്യൂച്ചേഴ്സ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കേണ്ടത്. സോ ഡോളർ ഫ്യൂച്ചേഴ്സ് ആണോ? ഓക്കെ, ഇവിടുത്തെ എക്സാമ്പിൾ വെച്ച് നമുക്ക് പോകാം. ഡോളർ മാറ്റിയാൽ ഇവിടുത്തെ എക്സാമ്പിൾ എടുക്കുകയാണ്. സോ ഇവിടെ നമ്മൾ US എൻറ്റിറ്റി വാണ്ട്സ് ടു ഓക്കെ ഒരു 50,000 പൗണ്ട് എന്താണ് പേയബിൾ ആണ്. അപ്പോൾ USA കമ്പനിക്ക് പൗണ്ട് എന്ത് ചെയ്യണം, പേയബിൾ ആണെങ്കിൽ പിന്നെ പൗണ്ട് വാങ്ങണം അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ്റെ അകത്ത് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് പൗണ്ടിലെ ഫ്യൂച്ചേഴ്സ് തന്നിട്ടുണ്ടായിരിക്കും. പൗണ്ട് ഫ്യൂച്ചേഴ്സ് ഓക്കെ, അതായത് 1 pound ഈസ് ഈക്വൽ ടു ഇത്ര $. ഓക്കെ, അപ്പോൾ അവിടെ ബേസ് കറൻസി ആരാണോ അതായിരിക്കും പൗണ്ട്. അതായിരിക്കും ഫ്യൂച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഏത് കറൻസി ആണോ ബേസ് കറൻസി ആയിട്ടുള്ളത് അതിൻ്റെ ഫ്യൂച്ചേഴ്സ് ആയിരിക്കും അവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 1 pound ഈസ് ഈക്വൽ ടു ഇത്ര വെച്ചാൽ നമുക്ക് അവിടെ അതിൻ്റെ അർത്ഥം ബേസ് കറൻസി എത്രയാണോ അതാണ് നമ്മളുടെ ഫ്യൂച്ചർ. ഏത് കറൻസിയിലാണ് ഫ്യൂച്ചേഴ്സ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ. അതുപോലെ തന്നെ ലോട്ട് സൈസ് എങ്ങനെയാണ് തന്നത്. അപ്പോൾ 1000 പൗണ്ടിൻ്റെ ലോട്ടാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ഫ്യൂച്ചേഴ്സ് ഏതാണ്, പൗണ്ടിലാണ്. എന്ന് വെച്ചാൽ $5,000 നമുക്ക് അതിൻ്റെ അർത്ഥം വന്നിട്ട് ഫ്യൂച്ചേഴ്സ് ഡോളറിന്. അപ്പോൾ ലോട്ട് സൈസും അതുപോലെ തന്നെ ബേസ് കറൻസി നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ പൊതുവെ ഏത് ഫ്യൂച്ചേഴ്സ് ആണെന്ന് തീരുമാനിക്കാം. സോ ഇഫ് ഇൻ ദ ക്വസ്റ്റ്യൻ പൗണ്ട് ഫ്യൂച്ചേഴ്സ് ആണ് നമ്മൾ ആലോചിക്കുക, നമുക്ക് പൗണ്ട് ഫ്യൂച്ചേഴ്സ് ആണ്, പൗണ്ടിനെ വാങ്ങാനാണോ പൗണ്ടിനെ വിൽക്കാനാണോ ഉള്ളത്. അപ്പോൾ പൗണ്ടിനെ വാങ്ങാനാണുള്ളത്. അങ്ങനെ നമ്മൾ പൗണ്ടിൽ എന്തെടുക്കാം, F+ എടുക്കാം. നേരെ മറിച്ച് ക്വസ്റ്റ്യൻ നിങ്ങളൊരു ഇമ്പോർട്ടറാണ്, പക്ഷേ ക്വസ്റ്റ്യൻ്റെ അകത്ത് US ഡോളറിൻ്റെ ഫ്യൂച്ചേഴ്സ് ആണുള്ളതെങ്കിൽ നമുക്ക് US ഡോളർ നമുക്ക് വാങ്ങാനാണോ വിൽക്കാനുള്ളത്. നമുക്ക് ആക്ച്വലി ഇവിടുത്തെ സിറ്റുവേഷൻസ് USD വിറ്റിട്ട് വേണം പൗണ്ട് വാങ്ങാൻ. ദെർഫോർ നമ്മൾ US ഡോളറിനെ വിൽക്കണമെങ്കിൽ F- എടുക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്പർ ഓഫ് കോൺട്രാക്ട് അല്ലേ. സോ നിങ്ങൾക്ക് ഇപ്പോൾ $50,000 പേയബിൾ ആയിട്ടുള്ളത്. സോ അല്ലെങ്കിൽ 50,000 പൗണ്ടാണ്. ഇപ്പോൾ ക്വസ്റ്റിൻ്റെ സെയിം എക്സാമ്പിൾ എടുക്കുന്ന 50,000 പൗണ്ടാണ് പേയബിൾ ആയിട്ടുള്ളത്. സോ ഓരോ കോൺട്രാക്റ്റിലും 10,000 പൗണ്ട് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 10,000 പൗണ്ട് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സോ 50,000 ഡിവൈഡ് ബൈ 10,000 എത്ര കോൺട്രാക്ട് എടുക്കണം, 5 കോൺട്രാക്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് കോൺട്രാക്ട് എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പോഷർ എത്രയാണോ അതിനെന്ത് ചെയ്യുക, ലോഡ് സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ അതിൻ്റെ എക്സാമ്പിൾ $5,00,000 പേയബിൾ ആണ്. സോ ലോട്ട് സൈസ് 25,000 ആണെങ്കിൽ നമുക്കറിയാം ടോട്ടൽ 25,000 എത്ര ലോട്ട് വേണം. സോ ഒരു 10 ഉണ്ടെങ്കിൽ 2,50,000 അല്ലേ, ഒരു 20 ഉണ്ടെങ്കിൽ 5,00,000. അപ്പോൾ നമുക്ക് 20 ലോട്ട് എന്ത് ചെയ്യണം, വേണം. സോ 20 കോൺട്രാക്ട് വേണം.
യെസ്, നോർമലി നമ്മൾ ഫ്യൂച്ചേഴ്സിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചേഴ്സ് ഒന്നില്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് ഉണ്ടാവും. സ്ക്വയർ ഓഫ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് മാർക്കറ്റിൽ കൺവേർട്ട് ചെയ്യണം. ക്യാഷ് മാർക്കറ്റിൽ അന്നത്തെ സ്പോട്ട് റേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഫ്യൂച്ചേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണുമ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ എൻട്രി എടുത്ത പ്രൈസും മെച്യൂരിറ്റി ഡേറ്റിലെ ഫ്യൂച്ചേഴ്സിൻ്റെ പ്രൈസ് തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ക്വസ്റ്റിൻ്റെ അകത്ത് മെച്യൂരിറ്റി ഡേറ്റിൻ്റെ അന്നത്തെ എന്ത് വരും, ക്യാഷ് മാർക്കറ്റ് പ്രൈസ് തരും, ഡെറിവേറ്റീവ് മാർക്കറ്റിലെ ഫ്യൂച്ചേഴ്സിൻ്റെ പ്രൈസ് തരും. അപ്പോൾ ഫ്യൂച്ചേഴ്സ് സ്ക്വയർ ഓഫ് ചെയ്യാൻ നമ്മൾ എടുക്കേണ്ടത് ഏത് പ്രൈസാണ്, ഡെറിവേറ്റീവ് മാർക്കറ്റിലെ മെച്യൂരിറ്റിയിലെ പ്രൈസ് ആണ്. അത് ആരായിട്ട് കമ്പയർ ചെയ്യണം, ഫ്യൂച്ചേഴ്സിൻ്റെ എൻട്രി പ്രൈസിനായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പ്രോഫിറ്റ് ഓർ ലോസ് തീരുമാനിക്കുക. ഇനി പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കറൻസി നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക യൂസിങ് എന്ത് സ്പോട്ട് റേറ്റ് ഓഫ് മെച്യൂരിറ്റി ഡേറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺവേർഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏതാണ്, മാർക്കറ്റ് ക്യാഷ് മാർക്കറ്റിലെ സ്പോട്ട് റേറ്റ് ആണ്, മെച്യൂരിറ്റി ഡേറ്റിലെ സ്പോട്ട് റേറ്റ് യൂസ് ചെയ്തിട്ടാണ് കൺവേർഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് ഫ്യൂച്ചേഴ്സിൻ്റെ തിയറിറ്റിക്കലി പറയാം. പ്രോബ്ലം ചെയ്യുമ്പോഴാണ് അത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. സോ പ്രോബ്ലംസ് നമുക്ക് ആഫ്റ്റർ തിയറി ഡിസ്കസ് ചെയ്യാം. ഇനി ഹെഡ്ജിങ് റിസ്ക് യൂസിങ് കൊമോഡിറ്റി ഫ്യൂച്ചേഴ്സ്. അപ്പോൾ ഇപ്പം നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഓക്കെ, നമ്മൾ ആദ്യം അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലോട്ട് എത്തിയില്ല. ആദ്യം നമ്മൾ പറഞ്ഞത് ഫോറക്സ് മാർക്കറ്റിൽ. ഓക്കെ, ഫോറക്സ് മാർക്കറ്റിലെ ഹെഡ്ജിങ് ആണ്. അടുത്ത് നമ്മളിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഹെഡ്ജിങ് യൂസിങ് കൊമോഡിറ്റി ഫ്യൂച്ചേഴ്സ്. ഓക്കെ, കൊമോഡിറ്റി ഫ്യൂച്ചേഴ്സ് നമ്മൾ നേരത്തെ റിസ്ക് മാനേജ്മെന്റ് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു സിമെന്റ്, ഓക്കെ, സിമെന്റ് ഗോൾഡിന്റെ എക്സാമ്പിൾ പറഞ്ഞുള്ള സിമെന്റ്. ഇപ്പോൾ ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ പേടി എന്ന് പറഞ്ഞു വെച്ചാൽ സിമെന്റിന്റെ വില കൂടുന്നതായിരിക്കും. പക്ഷെ ഒരു സിമെന്റ് കച്ചവടക്കാരന്റെ പേടി സിമെന്റിന്റെ വില കുറയുന്നതായിരിക്കും അല്ലേ. അപ്പോൾ കൊമോഡിറ്റിയിൽ പ്രൊഡ്യൂസറുടെ പേടി എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്, പ്രൊഡ്യൂസർ ഓക്കെ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്ന നിങ്ങളൊരു അഗ്രികൾച്ചറിസ്റ്റ് ആണെങ്കിൽ, ഓക്കെ നിങ്ങൾ കുരുമുളക് കൃഷി ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഏലക്കായ കൃഷി ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മളെ പേടി എന്തായിരിക്കും, ഓക്കെ ഏലത്തിന്റെ വില കുറയുന്നതായിരിക്കും പേടി അല്ലെ, കുരുമുളകിന്റെ വില കുറയുന്നത്. അപ്പോൾ ഇഫ് യു ആർ എ പ്രൊഡ്യൂസർ വി ആർ അഫ്രൈഡ് ഓഫ് പ്രൈസസ് ഗോയിങ് ഡൗൺ. നേരെ മറിച്ച് ഞാനൊരു എന്താ പറയുക, എൻ്റെ ഇൻപുട്ടാണെന്ന് വിചാരിക്കും, ഞാനൊരു മസാല പൗഡർ സെല് ചെയ്യുന്നൊരു കമ്പനിയാണെന്ന് വിചാരിക്കും. അപ്പോൾ എൻ്റെ പേടി എന്തായിരിക്കും, ഓക്കെ കുരുമുളകിൻ്റെ വില കൂടുന്നതാണ് എൻ്റെ പേടി. ഓക്കെ, സോ മറ്റേ പ്രൊഡ്യൂസറുടെ പേടി കുരുമുളകിൻ്റെ വില കുറയുന്നത് അല്ലെങ്കിൽ ഏലക്കായുടെ വില കുറയുന്നതാണെങ്കിൽ ഒരു പർച്ചേസ് ചെയ്യുന്ന ബയറുടെ പേടി എന്ന് പറഞ്ഞതായിരിക്കും കുരുമുളകിൻ്റെ വില കൂടുന്നത് അല്ലെങ്കിൽ ഏലക്കായുടെ വില കൂടുന്നതായിരിക്കും എൻ്റെ പേടി അല്ലേ. സോ അപ്പോൾ അതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ബയർ ഓൾവേസ് എന്താണ് അഫ്രൈഡ് ഓഫ് പ്രൈസസ് ഗോയിങ് അപ്പ് ആണ് ഇൻപുട്ടിൻ്റെ പ്രൈസിൽ. നേരെ മറിച്ച് സെല്ലർ ദാറ്റ് ഈസ് പ്രൊഡ്യൂസർ ഓൾവേസ് അഫ്രൈഡ് ഓഫ് പ്രൈസസ് ഗോയിങ് ഡൗൺ. അപ്പോൾ ഇതിന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഈ കൊമോഡിറ്റി മാർക്കറ്റിലേക്ക് ഇപ്പോൾ നാം പറഞ്ഞ എക്സാമ്പിൾസ് ആയിട്ടുള്ള സിമെൻറ്റ്, അതുപോലെ തന്നെ ഇപ്പോൾ ഇത് സിങ്ക്, കോപ്പർ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ലൈക്ക് ഇപ്പോൾ അഗ്രികൾച്ചറായിട്ടുള്ള വീറ്റ്, റൈസ്, അല്ലെങ്കിൽ ഇപ്പോൾ കാഷ്യൂനട്ട്, അല്ലെങ്കിൽ ഏലക്കായ, ഓക്കെ കാഡമം, അല്ലെങ്കിൽ റബ്ബർ, ഓക്കെ സോ ഈവൻ കോക്കനട്ട്, കൊപ്ര, നിങ്ങളൊക്കെ ന്യൂസ് പേപ്പറൊക്കെ എടുക്കുമ്പോൾ കൊപ്രയുടെ വില കൂടി അല്ലേ, സോ വെളിച്ചെണ്ണയുടെ വില കൂടി അങ്ങനെയൊക്കെ പണ്ട് നമ്മൾ സ്വർണ്ണം വെള്ളിയുടെ ഒക്കെ ഒപ്പം തന്നെ ഒരു പേജിൽ നമുക്ക് കാണാറുണ്ട്. അവിടെ ഒരുപാട് ഈവൻ സ്പൈസസിൻ്റെ ഒക്കെ പ്രൈസ് അവിടെ ഡിസ്ക്ലോസ് ചെയ്യാറുണ്ട് അല്ലേ. സോ അവിടെ മാർക്കറ്റ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോമഡിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ പ്രൈസ് നമുക്ക് റിസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഹെഡ്ജിങ് പോസിബിൾ ആണ് യൂസിങ് കൊമോഡിറ്റി ഫ്യൂച്ചേഴ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സെല്ലറുടെ പേടി പ്രൈസസ് ഗോയിങ് ഡൗൺ ആണ്. ഓക്കെ, പ്രൈസസ് ഗോയിങ് ഡൗൺ ആണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, വില കുറയുമ്പോൾ നഷ്ടം ഉണ്ടാവും. അപ്പോൾ ആ നഷ്ടം നികത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, സെല്ലർ F+ എടുക്കും. ദെൻ ബയറുടെ പേടിച്ചാൽ പ്രൈസസ് ഗോയിങ് അപ്പ് ആണ്, അങ്ങനെയാണെങ്കിൽ ആളെന്ത് എടുക്കും, F+ എടുക്കും. അപ്പോൾ പൊതുവെ നമ്മളിപ്പോൾ ഫോറക്സിൻ്റെ ആണെങ്കിൽ കൊമോഡിറ്റിയുടെ ആണെങ്കിലും നിങ്ങൾക്ക് ഒരു 100% കോൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം, ശ്രദ്ധിക്കാം. നമ്മളൊരു ഇമ്പോർട്ടർ ആണെന്ന് വിചാരിക്കുക. സോ ഇമ്പോർട്ടർ പേടി എന്താണ്, സോ ഇമ്പോർട്ടർ പേടി എന്തായിരിക്കും, ഇമ്പോർട്ടർക്ക് $1,00,000 കൊടുക്കാനുണ്ട് അല്ലെ. ഇന്ത്യൻ ഇമ്പോർട്ടർ ആണെങ്കിൽ $1,00,000 കൊടുക്കാനുണ്ട്. അപ്പോൾ വി ആർ അഫ്രൈഡ് ഓഫ് പ്രൈസസ് ഗോയിങ് അപ്പ്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, ഡോളറിൻ്റെ വില കൂടുമ്പോൾ നമുക്ക് ക്യാഷ് മാർക്കറ്റിൽ എന്തുണ്ടാവും, നഷ്ടം ഉണ്ടാവും. ഡോളറിൻ്റെ വില കൂടുമ്പോൾ നമുക്ക് ക്യാഷ് മാർക്കറ്റിൽ നഷ്ടം ഉണ്ടാവും. അതേ സമയത്ത് ഡോളറിൻ്റെ വില കൂടുമ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ലാഭം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഡോളർ എന്ത് ചെയ്യണം, ബൈ ചെയ്യണം. ഓക്കെ, സോ ഇങ്ങനെയാണ് എക്സാമിന് ചിന്തിക്കേണ്ടത്. അഗൈൻ ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിക്കുക, നമുക്ക് ക്യാഷ് മാർക്കറ്റിൽ ഒരു ഹെഡ്ജിങ് ചെയ്യുന്ന ആൾക്ക് ക്യാഷ് മാർക്കറ്റിൽ ഡോളർ കൊടുക്കാനുണ്ട് അല്ലേ. അപ്പോൾ ഇമ്പോർട്ടർക്ക് ഡോളർ കൊടുക്കാനുണ്ട്. അപ്പോൾ ഡോളർ ഫ്യൂച്ചേഴ്സിന് അവൈലബിൾ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ അതായത് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഡോളർ ഫ്യൂച്ചേഴ്സിന് അവൈലബിൾ എങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, സോ
ഡോളറിൻ്റെ വില കൂടുന്തോറും, ഡോളർ അപ്രീസിയേറ്റ് ആവും തോറും ക്യാഷ് മാർക്കറ്റിൽ നമുക്ക് എന്ത് സംഭവിക്കും? ലോസ് സംഭവിക്കും. അപ്പോൾ എന്താണ് ഹെഡ്ജിങ്? ഒരു സ്ഥലത്ത് ഉണ്ടാവുന്ന ലോസിനെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നതാണ് ഹെഡ്ജിങ്. അപ്പോൾ ക്യാഷ് മാർക്കറ്റിൽ നമുക്ക് എന്തുണ്ടാവുന്നുണ്ടെങ്കിൽ ലോസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതേ സമയത്ത് ഡോളറിൻ്റെ വില കൂടുമ്പോൾ ക്യാഷ് മാർക്കറ്റിൽ നഷ്ടം ഉണ്ടാവുമ്പോൾ അതേ സമയത്ത് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഡോളർ ഫ്യൂച്ചേഴ്സ് ബൈ ചെയ്തിട്ട് ലാഭം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്തിനാണ് വാങ്ങിക്കണം. വാങ്ങിച്ചിട്ട് വില കൂടുമ്പോഴാണ് ലാഭം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഡോളർ ഫ്യൂച്ചേഴ്സ് നമ്മൾ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ എന്തിനാണ് ബൈ ചെയ്യണം. ഓക്കെ, ഇനി അഗൈൻ ശ്രദ്ധിക്കാം. നമ്മളൊരു എക്സ്പോർട്ടർ ആണെങ്കിൽ എക്സ്പോർട്ടർക്ക് എപ്പോഴാണ് ക്യാഷ് മാർക്കറ്റിൽ നഷ്ടം ഉണ്ടാവുക? ഡോളറിൻ്റെ വില കുറയുമ്പോൾ. ഡോളറിൻ്റെ വില കുറഞ്ഞാൽ എക്സ്പോർട്ടർക്ക് നഷ്ടം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇങ്ങനെ എക്സ്പോർട്ടർ പൊസിഷൻ ആലോചിക്കാം. ക്യാഷ് മാർക്കറ്റിൽ ഡോളറിൻ്റെ വില കുറയുമ്പോൾ എന്തുണ്ടാവും? എക്സ്പോർട്ടർക്ക് നഷ്ടം ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം ഡെറിവേറ്റീവ് മാർക്കറ്റിൽ പോയിട്ട് ഡോളർ ഫ്യൂച്ചേഴ്സിന് അവൈലബിൾ. ഇവിടുത്തെ നഷ്ടം നികത്താൻ നമുക്ക് ഇവിടെ ഡോളറിൻ്റെ വില കുറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? പ്രോഫിറ്റ് കിട്ടണം. അപ്പോൾ ഒരു സാധനത്തിൻ്റെ വില കുറയുമ്പോൾ ലാഭം കിട്ടണമെങ്കിൽ നമ്മൾ നേരം ഷോർട്ട് ചെയ്യണം. അപ്പോൾ ഒരു എക്സ്പോർട്ടർ പേടിക്കുന്ന ഡോളറിൻ്റെ വില കുറയുന്നതിനെയാണ്. അഥവാ ഡോളറിൻ്റെ വില കുറഞ്ഞാൽ അദ്ദേഹത്തിന് ഏത് മാർക്കറ്റിൽ? ക്യാഷ് മാർക്കറ്റിൽ ലോസ് ഉണ്ടാവും. ആ ലോസ് കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ നമുക്ക് ഡോളറിൻ്റെ വില കുറയുമ്പോൾ പ്രോഫിറ്റ് കിട്ടണം. ദെർഫോർ നമ്മൾ എന്തെങ്കിലും സെൽ ചെയ്യണം. ഓക്കെ, ഇനി അഗെയിൻ ഇമ്പോർട്ടറിലോട്ട് വരാം. സോ ഇമ്പോർട്ടർക്ക് ഡോളറിൻ്റെ വില കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ക്യാഷ് മാർക്കറ്റിൽ ലോസ് സംഭവിക്കും. അഥവാ റുപ്പിയുടെ വില കുറയുമ്പോൾ എന്ത് സംഭവിക്കും? നഷ്ടം സംഭവിക്കും. ക്വസ്റ്റ്യൻ ചേർത്ത് റുപ്പി ഫ്യൂച്ചേഴ്സ് ആണ് ഡെറിവേറ്റീവ് മാർക്കറ്റ് തന്നില്ലെങ്കിൽ ഡോളറിൻ്റെ വില കൂടുമ്പോൾ നഷ്ടം ഉണ്ടാവും, അഥവാ റുപ്പിയുടെ വില കുറയുമ്പോൾ നഷ്ടം ഉണ്ടാവും. റുപ്പിയുടെ വില ക്യാഷ് മാർക്കറ്റിൽ കുറഞ്ഞാൽ നഷ്ടം വരും. അതേ സമയത്ത് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ റുപ്പിയുടെ വില കുറയുമ്പോൾ ലാഭം കിട്ടണമെങ്കിൽ, ഇവിടുത്തെ നഷ്ടം നികത്താൻ അവിടെ ലാഭം കിട്ടണമെങ്കിൽ റുപ്പിയുടെ വില കുറയുമ്പോൾ ലാഭം കിട്ടണമെങ്കിൽ റുപ്പി ഫ്യൂച്ചേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം? സെൽ ചെയ്യണം. ഓക്കെ, എഗൈൻ എക്സ്പോർട്ടറെ കുറിച്ച് ആലോചിക്കുക. എക്സ്പോർട്ടർക്ക് ഡോളറിൻ്റെ വില കുറയുമ്പോൾ ക്യാഷ് മാർക്കറ്റിൽ നഷ്ടം ഉണ്ടാവും. അതേ സമയത്ത് എക്സ്പോർട്ടർക്ക് ക്യാഷ് മാർക്കറ്റിൽ എപ്പോൾ നഷ്ടം ഉണ്ടാവും? ഡോളറിന്റെ വില കുറയുമ്പോൾ. അപ്പോൾ ഇപ്പോൾ റുപ്പിയുടെ വില കൂടുമ്പോൾ, അഥവാ എക്സ്പോർട്ടർക്ക് ക്യാഷ് മാർക്കറ്റിൽ റുപ്പിയുടെ വില കൂടുമ്പോൾ നഷ്ടം ഉണ്ടാവും. അതേ സമയത്ത് ആ നഷ്ടം നികത്താൻ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ റുപ്പിയുടെ വില കൂടുമ്പോൾ ലാഭം കിട്ടണമെങ്കിൽ റുപ്പി ഫ്യൂച്ചേഴ്സ് എന്ത് ചെയ്യണം? ബൈ ചെയ്യണം. ഓക്കെ, അവിടെ റുപ്പി ഫ്യൂച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക? ബൈ ചെയ്യുക. ഇതാണ് നമ്മൾ പൊസിഷൻ മനസ്സിലാക്കേണ്ടത്. ഈ രീതിയിലാണ് ബൈ ചെയ്യണോ സെൽ. ഒരിക്കലും F+F- ആരും പറഞ്ഞു തരില്ല നമ്മൾ F+ എടുക്കണോ F- എടുക്കണോ എന്ന്. ഇപ്പം ഞാൻ എന്താണോ പറഞ്ഞത് അതിൽ അനലൈസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ടൈം ലിമിറ്റഡ് ആയതുകൊണ്ട് ഞാൻ പ്രൊസീഡ് ചെയ്യുകയാണ്. ഓക്കെ, യെസ്. അതുപോലെ തന്നെ കോമോഡിറ്റി ഫ്യൂച്ചേഴ്സിൻ്റെ കേസിലാണെങ്കിലും സെയിം കോൺസെപ്റ്റാണ് അപ്ലിക്കബിൾ ആവുന്നത്. പ്രൈസിങ് ഓഫ് ഫ്യൂച്ചേഴ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.